ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. നിങ്ങളുടെ പ്രഭാതത്തെ എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താം എന്നുള്ള ഡോക്ടർ ജോ ഡിസ്പെൻസിയുടെ പോഡ്കാസ്റ്റിൻ്റെ മൂന്നാമത്തെ പാർട്ടാണിത്. ധാരാളം ആളുകൾ സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾക്കായിട്ട് വളരെയധികം പണം ചിലവഴിക്കാറുണ്ട്. പക്ഷേ അവർ തിരിച്ചറിയുന്നില്ല ഏറ്റവും എളുപ്പമുള്ള സിമ്പിളായിട്ടുള്ള ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ് ശരീരത്തിൽ ആവശ്യമായ ജലാംശം ലഭിക്കുക എന്നതാണ്. ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് ശരീരത്തിൽ ജലാംശം നിലനിർത്താനും മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാനും ഇമോഷണൽ ഹെൽത്ത് ബെറ്ററാക്കാനും സഹായിക്കും. പഠനങ്ങൾ പറയുന്നത് ശരീരത്തിൽ ജലാംശമില്ലാതിരിക്കുമ്പോൾ ഉത്കണ്ഠ, സ്ട്രെസ്സ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ശരീരത്തിൽ ആവശ്യത്തിന് ജലാംശമുള്ളപ്പോൾ അത് എഫക്റ്റീവായിട്ട് ശരീരത്തിലെ ഹോർമോണുകളെ ബാലൻസ് ചെയ്യും. ഇത് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഇമോഷണൽ ബാലൻസും ശാന്തമായ ഒരു മനോനിലയും നൽകുന്നു. മൈൻഡ് സെറ്റ്, അതായത് രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നിങ്ങൾക്ക് പോസിറ്റീവും പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ദിവസത്തെ സെറ്റ് ചെയ്യുന്നതിന് സഹായിക്കും. ഇത്തരം എണ്ണമറ്റ പ്രയോജനങ്ങളുണ്ടെങ്കിലും മിക്ക ആളുകളും രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ മറന്നു പോകുന്നു. രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ശരീരം ഡീഹൈഡ്രേഷൻ്റെ സ്റ്റേറ്റിലാണ്. വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം കൂടുതൽ മോശമായ അവസ്ഥയിലേക്ക് പോകുന്നു. രാത്രി മുഴുവൻ വെള്ളം കുടിച്ചിട്ടില്ല, കൂടാതെ പകലും വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്രവർത്തനം മോശമാകുന്നു. രാവിലെ എഴുന്നേറ്റ് കോഫി കുടിക്കുന്നത് അത്ര നല്ല ശീലമല്ല. കോഫി ശരീരത്തിൻ്റെ ജലാംശത്തെ കൂടുതൽ ഇല്ലാതാക്കുന്നു. അത് ഡീഹൈഡ്രേഷൻ്റെ എഫക്റ്റിനെ കൂടുതൽ തീവ്രമാക്കുന്നു. രാവിലെ എഴുന്നേറ്റ് വെള്ളം പതിവായി കുടിക്കുന്നത് ഒരു ശീലമാക്കുക. ഇതിനായിട്ട് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ ഒരു വാട്ടർ ബോട്ടിലോ നിങ്ങളുടെ ബെഡിനരികിൽ വെക്കുക. രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ നിങ്ങൾക്ക് കൈയെത്തുന്ന അകലത്തിൽ വെള്ളമുണ്ടെങ്കിൽ അത് കുടിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റാൻ സാധിക്കും. രണ്ടാമത്തെ മെത്തേഡാണ് ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളെ തന്നെ വെള്ളം കുടിക്കണമെന്ന് ഓർമ്മിപ്പിക്കുക. രാവിലെ കുടിക്കുന്ന വെള്ളത്തിൽ ഒരു നുള്ള് സീ സാൾട്ട് ചേർക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം ഒരു ചെറിയ സ്ലൈസ് നാരങ്ങാ നീരും ചേർക്കാവുന്നതാണ്. സീ സാൾട്ട് നിങ്ങൾക്ക് വേണ്ട ന്യൂട്രിയൻസിന് നൽകുകയും ഇലക്ട്രോലൈറ്റിനെ ബാലൻസ് ആക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ചെറിയൊരു സ്ലൈസ് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നതിലൂടെ വിറ്റാമിൻ സിയും അതുപോലെ സപ്പോർട്ടീവായിട്ടുള്ള ന്യൂട്രിയൻസ് ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല, ഈ ഒരു രീതി നിങ്ങളുടെ പ്രഭാതത്തെ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ഒരു മികച്ച മെത്തേഡാണ്. അതായത് വെള്ളം കുടിക്കുക. എല്ലാവർക്കും സിമ്പിളായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്, പക്ഷേ ഇതിൻ്റെ പ്രയോജനങ്ങൾ വളരെ മികച്ചതാണ്. നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് ഈ ഒരു ശീലം സഹായിക്കും. ഈ ലോകത്തിൽ എല്ലാവരും അവരുടെ ഊർജ്ജത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എനർജിയും ഫോക്കസും വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള വഴികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഉത്തരമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. രാവിലെ എഴുന്നേറ്റുടൻ നിങ്ങൾ സോഷ്യൽ മീഡിയയ്ക്കും ഇമെയിലിനും പഞ്ചസാരയ്ക്കും കോഫിക്കും പുറകെ പോകാതെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. രാത്രി മുഴുവൻ നിങ്ങളുടെ ശരീരം റെസ്റ്റിലായിരുന്നു. രാവിലെ എഴുന്നേറ്റ ഉടൻ നിങ്ങളുടെ ശരീരം മസ്തിഷ്കത്തിലേക്ക് മെസ്സേജുകൾ അയക്കുന്നു, ആവശ്യങ്ങൾ സംസാരിക്കുന്നു. പക്ഷേ എഴുന്നേറ്റ ഉടൻ നിങ്ങൾക്ക് ആ മെസ്സേജ് ലഭിച്ചാലും അതിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയ്ക്കും കോഫിക്കും അതുപോലെ ഇമെയിൽ ചെക്ക് ചെയ്യുന്നതിനും പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ അവോയ്ഡ് ചെയ്യുകയാണ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങളെ അവഗണിക്കുകയും. രാവിലെ എഴുന്നേറ്റ് വെള്ളം കുടിക്കുന്ന സ്വഭാവം വളരെ പെട്ടെന്ന് ബെനിഫിറ്റ് കൊണ്ടുവരുമെന്നല്ല പറയുന്നത്. പക്ഷേ ഓവർ ടൈം ഇതൊരു സ്വഭാവമാക്കി മാറ്റുകയാണെങ്കിൽ നിങ്ങളുടെ മാനസിക ശാരീരിക തലത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ സഹായിക്കും. ഇത് നിങ്ങളുടെ എനർജിയെ ബൂസ്റ്റ് ചെയ്യും. ഈ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അവരുടെ ശരീരത്തിന് എങ്ങനെ ബാലൻസ് ചെയ്യാൻ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ലൈഫ് ഒരു സ്ട്രഗിളായിട്ട് തോന്നുകയില്ല, പകരം ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണപ്പെടും. പ്രഭാതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള അടുത്ത മെത്തേഡാണ് സൂര്യപ്രകാശം കൊള്ളുക എന്നത്. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ ശരീരത്തിലേക്ക് മെസ്സേജുകൾ ലഭിക്കുന്നു. സൂര്യപ്രകാശം നിങ്ങളുടെ ശരീരത്തിലും മസ്തിഷ്കത്തിലും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. മിക്ക ആളുകളും രാവിലെ തന്നെ വാതിലുകൾ അടച്ച് അകത്തിരിക്കുന്നു. എന്നാൽ രാവിലെ സൂര്യപ്രകാശം കൊള്ളുക എന്നത് നിങ്ങളുടെ ഊർജ്ജത്തെ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏറ്റവും മികച്ച മാർഗമാണ്. നിങ്ങളുടെ മൂഡിനെ മാത്രമല്ല ഓവറോൾ വെൽബീയിങ്ങിനെയും സൂര്യപ്രകാശം കൂടുതൽ നല്ലതാക്കുന്നു. രാവിലെയുള്ള സൂര്യപ്രകാശം നിങ്ങളുടെ ശരീരത്തെ വെറുതെ ചൂടാക്കുകയില്ല, പകരം ഇത് നിങ്ങളുടെ ബയോളജിക്കൽ ക്ലോക്കിനെ ആക്ടിവേറ്റ് ചെയ്യും. ഇത് ഒരു ബയോളജിക്കൽ ട്രിഗറായിട്ട് പ്രവർത്തിക്കും. നിങ്ങളെ കൂടുതൽ ഉന്മേഷവാനാക്കാൻ സൂര്യപ്രകാശത്തിന് സഹായിക്കും. പ്രഭാതത്തെ എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താം എന്നുള്ള ഡോക്ടർ ജോ ഡിസ്പെൻസിയുടെ പോഡ്കാസ്റ്റിൻ്റെ മൂന്നാമത്തെ പാട്ടാണിത്. അടുത്ത പാട്ടിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.